ഒരിക്കലും മതത്തിന്റെ പേരിൽ മനുഷ്യനെ ചേരിതിരിക്കാൻ പാടില്ലാത്തതാണ്. ഇസ്ലാം ഒരു നിലക്കും അത് അംഗീകരിക്കുന്ന വിഷയമില്ല. ഇസ്ലാമിന്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ നീതിയാണ്. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. മതപരമായ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധത്തിന് വരാത്ത ആളുകൾ, നിങ്ങളെ സ്വഭവനങ്ങളിൽ നിന്ന് പുറത്താക്കാത്ത അന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം? അന്തപറുഹും, അവരോട് നിങ്ങൾ ഗുണപരമായി പെരുമാറണമേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇസ്ലാമിൽ മതപരമായ ഒരു അക്രമവും ഇസ്ലാം അംഗീകരിക്കുകയില്ല. സൂറത്തുൽ മുംതഹിനയുടെ 8ാമത്തെ വചനമാണ് ഞാൻ ഈ ഓടിയത്. ഇത് തമാശയല്ല. ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കില്ല. ഒരിക്കലും ഇസ്ലാം ഒരു മതപരമായ ചേരിതിരിവും ഇസ്ലാം അംഗീകരിക്കുകയില്ല. ലോകത്ത് മൊത്തത്തിൽ 2 തരം ആളുകളാണ് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ അത് 2 തരം ആളുകളാണ്. ഏതാണ് ആ 2 തരം ആളുകൾ? 1 നന്മയുള്ളവർ, 2 നന്മയിലേക്ക് മനസ്സാന്തരപ്പെടാൻ കഴിയാതെ പോയവർ. ഇങ്ങനെ 2 വിഭാഗം ആളുകൾ മാത്രമാണ് ലോകത്തുള്ളത്. അതിനപ്പുറം ഒരു ചേരിതിരിവിനെയും ഇസ്ലാം ഒരു മതം എന്ന പേരിൽ, ഒരു തത്വശാസ്ത്രം എന്ന നിലയിൽ, ഒരു ജീവിത പദ്ധതി എന്ന നിലയിൽ, ഒരു ലോകത്തിന് വെളിച്ചം നൽകിയ സംസ്കാരം എന്ന നിലയിൽ അംഗീകരിക്കുകയില്ല. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു സംഗതിയാണ്. ഒന്നാമതായി മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ 21ാമത്തെ ആയത്തിലാണ് തന്റെ സ്രഷ്ടാവിലേക്ക് തിരിയണമെന്ന് വ്യക്തമായി അള്ളാഹു മനുഷ്യനോട് കൽപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറയുടെ 21ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. ഈ രക്ഷിതാവ് എന്ന് പറയുമ്പോൾ അംഗീകരിക്കാത്ത ഒരു മതമില്ല, ഒരു സൊസൈറ്റി ഇല്ല, ഒരു ഇസമില്ല, ഒരു പ്രത്യയശാസ്ത്രമില്ല. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ആർക്കാണ് ഇവിടെ ഞാനാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് പറയാനാവുക? അപ്പോൾ എങ്ങനെയാണെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടാവിനെ, ഒരു രക്ഷിതാവിനെ, ഒരു ഗാർഡിയനെ അവന് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അല്ലാഹു തആല മനുഷ്യനോട് ആദ്യം പറയുന്ന വാക്കതാ. പരിശുദ്ധ അൽ ബഖറയാണ് ഖുർആനിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം. എന്നാൽ അത് അൽ ബഖറയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 5 ആയത്ത് മുഅ്മിനീങ്ങളെ ഉസഫ, പിന്നെ 2ാം ഘട്ടത്തിലെ 2 ആയത്ത് സത്യനിഷേധികളെ കുറിച്ചാണ്, പിന്നെ 13 ആയത്ത് കപടന്മാരെ കുറിച്ചാണ്. ഇതാണ് ഖുർആന്റെ രീതി. 5ഉം 2ഉം 7ഉം 13ഉം 20 ആയത്ത്. ആദ്യം 5 ആയത്ത് സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ, പിന്നെ 2 ആയത്ത് സത്യനിഷേധികൾ, പിന്നെ കപട വിശ്വാസികളെ കുറിച്ച് 13 ആയത്തും. അതാണ് അൽ ബഖറ എന്ന വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന, പരിശുദ്ധ ഖുർആന്റെ ഹെഡ്ലൈൻസ് ആയ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഖുർആനെ വിശദീകരിക്കുന്ന 113 സൂറത്തുകളിൽ പ്രധാനപ്പെട്ട സൂറത്താണ് അൽ ബഖറ. ആദ്യത്തെ 5 ആയത്ത് സത്യവിശ്വാസികളുടെ വിശേഷണങ്ങളാണ്, പിന്നെ 2 ആയത്തുകളുണ്ട്. ആ 2 ആയത്ത് സത്യനിഷേധികളുടെ രീതികളാണ്. പിന്നെ കപടന്മാരെ കുറിച്ച് 13 ആയത്തും. 5ഉം 2ഉം 7ഉം 13ഉം 20. 21ാമത്തെ ആയത്താണ് പറയുന്നത്. എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് പറയാം. ഇതിൽ അംഗീകരിക്കാതിരിക്കാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാണ് നല്ല വഴി, ഏതാണ് മോശപ്പെട്ട വഴി, അത് വ്യക്തമായും അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഇവിടെ ഒരു ബലപ്പെടുത്തലുമില്ല, ഒരു ബലം പ്രയോഗിക്കലുമില്ല. വളരെ നമ്മൾ ചിന്തിക്കണം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല തന്റെ കഴുത്തിലിട്ട ജനതയെ ഹിജ്റ 8ാം വർഷം അവര് എന്തിനും തനിക്ക് അവരെ ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിൽ അടിമകളാക്കണോ, അടിമകളുമാക്കാമെന്ന വിധത്തിൽ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നു. അവർ ഹിജ്റ 8ാം വർഷം. എന്താ ഹബീബായ നബിയുടെ മറുപടി? പുണ്യ നബി പറയുന്നത്, ഞാൻ എൻ്റെ സഹോദരൻ യൂസഫ് പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ലാ തസ്രീബ അലൈക്കും അൽയൗം, എനിക്ക് നിങ്ങളോട് യാതൊരു പ്രതികാരവുമില്ല. അല്ലാഹു മനുഷ്യനെ ഒരിക്കലും മതപരമായ ഒരു ചേരിതിരിവ് ലോകത്ത് നടത്താൻ ഇസ്ലാം അംഗീകരിക്കുകയില്ല. ഒരിക്കലും
അംഗീകരിക്കില്ല. ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളുടെയും അടിസ്ഥാനം ഒന്ന് വംശീയമായ ചേരിതിരിവാണ്. എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ എന്ന ഒരാൾ വലിയ ഒരു ഭീപത്സനായി ലോകത്തിന്റെ മുന്നിൽ നിന്നത്? വംശീയമായ ചേരിതിരിവാണ്. വംശീയമായ ചേരിതിരിവ് കൊണ്ടാണ് അയാൾ ലോകത്തെ വിച്ഛേദിച്ചത്. ഒന്ന് ആര്യന്മാരും ഒന്ന് ആര്യന്മാരല്ലാത്തവരും. അയാളുടെ കുപ്പായത്തിൽ ഒരു സ്വസ്തികയുടെ ചിഹ്നമുണ്ടായിരുന്നു, ഹിറ്റ്ലറുടെ, അഡോൾഫ് ഹിറ്റ്ലറുടെ. ലോകത്തെ ഏറ്റവും വലിയ വംശീയമായ ചേരിതിരിവിന്റെ 20-ാം നൂറ്റാണ്ടിലെ പ്രതീകമാണ് ആര്യന്മാരുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലർ. എന്താ അയാൾ ചേരിതിരിവാൻ ആക്കാൻ വേണ്ടി മാനദണ്ഡമാക്കിയത്? കേവലം വംശീയമായ ഒരു മാനദണ്ഡം. 989 പ്രിട്ടോറിയ ഭരണകൂടത്തിനെതിരെ നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയിൽ അധികാരം നേടുന്നത് വരെയും വെള്ളക്കാരെ ഭരിച്ചിരുന്നത് എന്താ? വംശീയമായ ചേരിതിരിവ്. വെള്ളക്കാരൊരു ഭാഗവും കറുത്തവർക്കാർ വേറൊരു ഭാഗവും. എന്നാൽ ഇസ്ലാം ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. എല്ലാ മനുഷ്യരുടെയും പിതാവ് ആദമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷണം, ഒരുപാട് പ്രഭാഷണങ്ങൾ ഹബീബായ നബിക്ക് ഈ വിഷയത്തിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷണമാണ് അൽ ഖുത്ബത്തുൽ മഷ്ഹൂറ, തൻ്റെ പ്രസിദ്ധമായ പ്രഭാഷണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. അതുപോലെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ബഹുമാനപ്പെട്ട ഇമാം തുർമദി തങ്ങൾ തൻ്റെ ജാമിഉ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ലപോലെ ചിന്തിക്കുക. എന്താണ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നത്? എല്ലാ ജാഹിലിയായ ചീത്ത വിചാരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് പോക്കി കളഞ്ഞിരിക്കുന്നു. പിതാക്കന്മാരെ പേര് പറഞ്ഞിട്ട് പിതാക്കന്മാരുടെ വലിപ്പത്തരം പറഞ്ഞ് വലിപ്പത്തരം നടിക്കുക എന്നത് ആദ്യ കാലഘട്ടത്തിൽ അറബികളുടെ ഒരു ശരിയായിരുന്നു. ബാപ്പാന്റെ വലിപ്പത്തരം പറയാ, പിന്നെ ഉമ്മാടെ വലിപ്പത്തരം പറയാ, പിന്നെ ബാപ്പാടെയും ഉമ്മാടെയും വലിപ്പത്തരം പറയുക. അതേപോലെ തന്നെ ഭാര്യയുടെ കുടുംബം, അവരുടെ കുടുംബത്തിന്റെ കുടുംബം, അവളെ വല്യാപ്പാടെ കുടുംബം, ഇതൊക്കെ പറഞ്ഞ് അവരെങ്ങനെ മേനി നടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സൂറത്തു തകാസുർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങുന്നത്. അതിനു വേണ്ടി മാത്രം കഅബാലയത്തിന്റെ കിസ്വകളിൽ അതിനു വേണ്ടി മാത്രം ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവര് തഅലുമുൽ ജാഹിലിയ, വലിപ്പത്തരങ്ങൾ, മനുഷ്യന്റെ വലിപ്പത്തരങ്ങൾ, അവന്റെ ബാപ്പാടെ വലിപ്പത്തരം, അവന്റെ വലിയാപ്പാടെ വലിപ്പത്തരം, അവന്റെ ബാപ്പ എത്ര കൊല്ലമായി ഈ നാട്ടിൽ പാർക്കുന്നു, വലിയാപ്പ എത്ര കൊല്ലമായി, എന്നിങ്ങനെ പറയാം. അതിനുവേണ്ടി കഅബാലയത്തിന്റെ 2 ഭാഗങ്ങളിലും ജാഹിലിയ കാലഘട്ടത്തിൽ കൽബെഞ്ചുകൾ ഇട്ടിരുന്നു. സൂര്യൻ ഉദിക്കുന്ന സന്ദർഭത്തിൽ അവർ പടിഞ്ഞാറ് വന്നിരിക്കും, സൂര്യൻ അസ്തമിക്കുന്ന നേരത്തെ അവർ കിഴക്ക് വന്നിരിക്കും. അതായത് ആ കഅബാലയത്തിന്റെ തണുപ്പിൽ അവരങ്ങനെ ഇരുന്നിട്ട് പരസ്പരം വലിപ്പത്തരം പറയും. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അശ്ലീല വാക്കുകളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ലീല വാക്കുകൾ സംസാരിച്ചിട്ടില്ല എന്ന് പറയാം. അപൂർവം ഒരു അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ലീല വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ സന്ദർഭമാണ്. മൻ തഅസ്സ ബിഅസാഇൽ ജാഹിലിയ്യ ഫഅല്ലഹു ബിഹനി അബീഹി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ജാഹിലിയ കാലഘട്ടത്തിലെ വലിപ്പത്തരം പറഞ്ഞാൽ, ഞങ്ങൾ ഇത്ര കൊല്ലായി, ഞങ്ങൾ ഇന്ന കാലായി, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ബാപ്പാര്, ഞങ്ങൾ വലിയാപ്പാര് എന്നിങ്ങനെ വലിപ്പത്തരം ഒരാൾ നടിക്കുകയാണെങ്കിൽ, അവന്റെ ബാപ്പാടെ വലിപ്പത്തരം, അവന്റെ അച്ഛന്റെ വലിപ്പത്തരം, അവന്റെ അച്ഛന്റെ വലിപ്പത്തരം, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഇവിടെ മേൽമത്തരം നടിക്കുകയാണെങ്കിൽ ഫഅല്ലഹു ബിഹനി അബീ, അവന്റെ ബാപ്പാടെ ഹനി പോയി കടിക്കാൻ പറയൂ എന്നവനോട് പറയൂ എന്ന് മുഹമ്മദ് മുസ്തഫ. ഹനിന മാ യുസ്തറഫ് മിനൽ ഔറത്തി, ഔറത്തിൽ നിന്ന് മറക്കപ്പെടുന്ന ഭാഗത്തിനാണ് ഹനി എന്ന് പറയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്ലീലം ഉപയോഗിച്ച സമയമില്ല. വളരെ കുറഞ്ഞ ഒരു അവസരത്തിൽ ഇതാണ് ആ സമയം. അതായത് വലിപ്പത്തരം ആരും പറയാൻ പാടില്ല. എന്ത് വലിപ്പത്തരം? ജാഹിലിയ വലിപ്പത്തരം. എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ്റെ മുതുമുത്തച്ഛൻ, അല്ലെങ്കിൽ ബാപ്പ, ബാപ്പാടെ ബാപ്പ, ബാപ്പാടെ ബാപ്പാടെ ബാപ്പ, ബാപ്പാടെ ബാപ്പാടെ ബാപ്പ, ഈ വലിപ്പത്തരം ഒരാളും പറയാൻ പാടില്ല. പറഞ്ഞാൽ അവനോട് പറയാം, നിനക്ക് ഈ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ സമയം നിന്റെ ബാപ്പാന്റെ ഹാന് പോയി കടിക്കലാണ് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഫസാഹത്തായി മുസ്തഫ നബി സംസാരിച്ചിട്ടില്ല. ഒരൊറ്റ സന്ദർഭമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്ലീലം പറയുന്നത്. അത് ഇതാണ് ഘട്ടം. അതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ഞാൻ അത് അശ്ലീലാണെങ്കിൽ പോലും അതിന് ഭയങ്കര അർത്ഥമാണ്. പ്രത്യക്ഷത്തിൽ അത് അശ്ലീലാണ്, പക്ഷെ അതിന് ഭയങ്കര അർത്ഥമുണ്ട്. ആ കടിക്കാൻ പറഞ്ഞ സാധനത്തിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാകുന്നത്. അപ്പം നിന്റെ വലിപ്പത്തിൽ അതിലേക്ക് മടങ്ങുമല്ലോ എന്നർത്ഥം. നിനക്ക് വലിയ ഉള്ളർത്ഥം ഉണ്ടായിരുന്നു. അപ്പം നിന്നെ ഈയാക്കിയത് ആരാ? നിന്റെ വലിപ്പത്തിന്റെ സബബാക എന്താ? നീ ചെയ്ത നന്മയല്ല.
നിന്റെ ബാപ്പയിൽ നിന്ന് ഉണ്ടായതാ. നിന്റെ ബാപ്പയെ നിനക്ക് ഉണ്ടാകാനുള്ള ബാപ്പാന്റെ ഔറത്തിൽ മറക്കപ്പെടുന്ന സാധന. വല്യാപ്പാക്കും അങ്ങനെയാണ്. അപ്പൊ ഇതിനേക്കാൾ നല്ലത് നിന്റെ ബാപ്പാടെ ഹനിമ പോയി കടിക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ അതിലേക്ക് തിരിച്ച് ഒരുപാട് ഉള്ളർത്തം ആ വാക്കിനുണ്ട്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ, അതായത് പുണ്യ റസൂൽ. അശ്ലീലം പറഞ്ഞ സമയമില്ല, ഇത് മാത്രം. ഞങ്ങളെ അച്ഛൻ, ഞങ്ങളെ അച്ഛൻ്റെ അച്ഛൻ, ഞങ്ങളെ മുതുമുത്തച്ഛൻ, ഞങ്ങളിവിടെ പണ്ട് 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 ഞങ്ങൾ പണ്ടന്മാരാണ് എന്ന് പറയാം. ഞാൻ എൻ്റെ ബാപ്പ, ബാപ്പാടെ ബാപ്പ, ബാപ്പാടെ ബാപ്പാടെ ബാപ്പ, ഇങ്ങനെ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇസ്ലാം ഒരു മതപരമായ ചേരിതിരിവ് അംഗീകരിക്കൂല, ഒരിക്കലും അംഗീകരിക്കൂല. ഒരു വംശീയമായ ചേരിതിരിവ് ഇസ്ലാം അംഗീകരിക്കൂല, ഒരിക്കലും അംഗീകരിക്കൂല. എന്തുകൊണ്ടാണ് കാഷ്യസ് ക്ലേ മുഹമ്മദ് മുസ്ലിമായത്? അയാൾ മുസ്ലിമായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് മുസ്ലിമായത്? റിങ്ങിൽ സമുന്നതമായ പ്രകടനം നടത്തി, അമേരിക്കയെ അത്ഭുതപ്പെടുത്തിയ പ്രകടനം നടത്തിയിട്ട് ലോകരാജ്യങ്ങളിൽ നിന്ന് ബോക്സിംഗിൽ ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ സ്വർണ്ണ മെഡൽ അമേരിക്കക്ക് വാങ്ങിക്കൊടുത്തു. സന്തോഷമായി തിരിച്ചു മടങ്ങുമ്പോൾ വെള്ളക്കാര ഹോട്ടലിൽ കയറി. വെള്ളക്കാര ഹോട്ടലിൽ റിസപ്ഷനിൽ നിൽക്കുന്നവൻ വഴി തടഞ്ഞു. ആള് നീ വലിയ ആളൊക്കെ തന്നെ, പക്ഷെ ഇങ്ങോട്ട് കയറാൻ പാടില്ല, എന്നുകൊണ്ട് ഇത് വെള്ളക്കാര ഹോട്ടലാണ്. സ്വർണ്ണമടൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് കലിമ ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതുപോലെ അനവധി സംഭവങ്ങൾ. ഒരു തരം മനുഷ്യന്റെ ചേരിതിരിവ് ഇസ്ലാം അംഗീകരിക്കില്ല, ഒരു ചേരിതിരിവ് അംഗീകരിക്കില്ല. ഒരു തരം മനുഷ്യന്റെ ചേരിതിരിവും, അതായത് മനുഷ്യൻ ചെയ്ത നന്മ കൊണ്ടല്ലാത്തൊരു ചേരിതിരിവ് ഇസ്ലാം അംഗീകരിക്കുകയേയില്ല, ഒന്നും അംഗീകരിക്കില്ല. നിങ്ങൾ ചിന്തിക്കുകയും സയ്യിദ്ന അബ്ബാസ്, ആരാ സയ്യിദ്ന അബ്ബാസ്? ഉറക്കെ പറ, സയ്യിദ്ന അബ്ബാസ് ആരാ? പുണ്യ റസൂലുള്ളാഹിയുടെ സംരക്ഷകനായ സയ്യിദ്ന അബ്ബാസ്, പ്രഗൽഭനായ സയ്യിദ്ന അബ്ബാസ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായ സയ്യിദ്ന അബ്ബാസ്. ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു കറുത്ത വർഗ്ഗക്കാരനായ ബിലാലിനെ വിളിച്ചിരുന്നത് യാ സയ്യിദി യാ അബ്ബാസ്. ബനു ഹാഷിം അല്ലേ ഏറ്റവും വലിയ കൂട്ടര്? അതായത് പുണ്യ റസൂലുള്ളാഹിയുടെ ഖബീലയല്ലേ ബനു ഹാഷിം? ഖുർആനിൽ പറയപ്പെട്ട ഒരു ജനതയല്ലേ ഖുറൈശ്? അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയല്ലേ ബനു ഹാഷിം? പക്ഷേ അതൊരു ചേരിതിരിവല്ല, അതൊരു അറിയിപ്പും ഒരു കാര്യങ്ങളെ മനസ്സിലാക്കൽ മാത്രമാണ്. അതിലേറ്റവും പ്രധാനിയായിരുന്നു അബൂ ത്വാലിബിന്റെ മരണശേഷം അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമു അബ്ബാസിൻ കാന അഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇസ്ലാമി അബീ ഖുഹാഫ. അസ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്ലാമു അബ്ബാസിൻ കാന അഹബ്ബ ഇലയ്യ മിൻ അബീ ഖുഹാഫ لأن النبي صلى الله عليه وسلم كان يحب إسلام عباس. എന്റെ ബാപ്പ അബൂ ഖുഹാഫ മുസ്ലിമാകുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം അബ്ബാസ് മുസ്ലിമാകലായിരുന്നു എന്ന് സയ്യിദ്ന സുദ്ദീഖ്. എന്തുകൊണ്ട്? കാന അഹബ്ബ ഇലാ റസൂലില്ലാഹ്. പുണ്യ റസൂലിനെ ആര് മുസ്ലിമാകുന്നതിനേക്കാളും താല്പര്യം അബ്ബാസ് മുസ്ലിമാകലായിരുന്നു. അത്രയും വലിയ പ്രധാനിയാണ് സയ്യിദ്ന അബ്ബാസ്. പക്ഷെ ആ സയ്യിദ്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു മരണം വരെ ബിലാലിനെ വിളിച്ചിരുന്നത് യാ സയ്യിദി യാ ബിലാൽ, നേതാവേന. മഹാനായ സയ്യിദ്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബ്ബാസ്, ഉറക്കപ്പറ സയ്യിദ്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിരുന്നത് യാ സയ്യിദി യാ അബ്ബാസ്, യാ സയ്യിദി യാ ബിലാൽ എന്നാണ് അബ്ബാസ് തങ്ങൾ വിളിച്ചിരുന്നത്. നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഒരിക്കലും ഒരു ചേരിതിരിവ് ഇസ്ലാം അംഗീകരിക്കുകയില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. ഇസ്ലാം രണ്ട് വഴിയുള്ളൂ, ഒന്ന് മാന്യത, ഒന്ന് ക്രൂരത. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഉറക്കപ്പറ അള്ളാഹു നമ്മളെ കാക്കട്ടെ. മാന്യൻ ഏത് മതത്തിൽപ്പെട്ടവനായാലും മാന്യൻ തന്നെയാണ്. അത് ഏത് മതമാണെങ്കിലും മാന്യനാണ്. അതേത് മതമാണെങ്കിലും മാന്യൻ തന്നെയാണ്. മാന്യമായി പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാദപ്രതിവാദം നടത്താൻ വേണ്ടി ക്രിസ്തീയ പുരോഹിതന്മാര്, ക്രിസ്തീയ പാത്രിയാർക്കീസുകൾ നജ്റാനിലെ മഠങ്ങളിൽ നിന്ന് മദീന പള്ളിയിൽ വന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇരുന്ന് അവരോട് സംസാരിച്ചു. സംസാരം നടക്കുമ്പോൾ അവർക്ക് ആരാധനയുടെ സമയമായി. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്?
മദീന പള്ളിയിൽ അവർക്ക് ആരാധന നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തി. പ്രത്യേകം ഒരു ഏരിയ തിരിച്ചു കൊടുത്ത് ആരാധന നടത്തിക്കോളി. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഏഴാം നൂറ്റാണ്ടിൽ കുരിശടക്കമുള്ള ഒരിക്കലും മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നിട്ടില്ലാത്ത പല ശിർക്കിന്റെ ചിഹ്നങ്ങളും കോൺസ്റ്റാന്റിയന്റെ കാലഘട്ടം മുതൽ AD 4-ാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്ന ഒരു സമൂഹം ഒരിക്കലും അംഗീകരിക്കാൻ മതപരമായി ഇസ്ലാമിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് സിംബലുകളെ ആ മതത്തിൽ കടത്തിക്കൂട്ടിയവരുടെ പിൻഗാമികൾ. എന്നിട്ട് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ സൗകര്യം ചെയ്തു കൊടുത്തു. എന്തുകൊണ്ട്? അവരെ ഭാഷയിൽ അത് നന്മയാണ്. അതേ സമയത്ത് തിരിച്ച് AD 636 ചർച്ച് ഓഫ് നാറ്റിവിറ്റി സന്ദർശിക്കാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് വന്നു. ഉറക്കപ്പറ മഹാനായ സയ്യിദ്ന ഉമർ AD 636 ചർച്ച് ഓഫ് നാറ്റിവിറ്റി സന്ദർശിക്കാൻ വേണ്ടി വന്നു. ഷാമിലെ പ്രധാനപ്പെട്ട ക്രിസ്തീയ ആരാധനാലയമായ ചർച്ച് ഓഫ് നാറ്റിവിറ്റി സന്ദർശിക്കാൻ വേണ്ടി വന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ്. അന്ന് ചർച്ച് ഓഫ് നേറ്റിവിറ്റിയുടെ അന്ന് നിൽക്കുന്നത് ഷാമിലാണ്. ഷാമിന്റെ ഭരണാധികാരി ഉമർ ബിൻ ഖത്താബാണ്. അതായത് ഷാം എന്ന മുസ്ലിമീങ്ങളൊക്കെ ഇല്ല. ആ ഷാമിലുള്ള പ്രധാനപ്പെട്ട ക്രിസ്തീയ ദേവാലയമാണ് ചർച്ച് ഓഫ് നേറ്റിവിറ്റി. ആ ചർച്ച് ഓഫ് നേറ്റിവിറ്റി AD 636 സന്ദർശിക്കാൻ വരികയാണ് ഉമർ ബിൻ ഖത്താബ്. അസർ നിസ്കരിക്കേണ്ട നേരമായി. ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 12,000 സ്ക്വയർ മീറ്ററാണ്. കുറച്ച് ദൂരം ഉണ്ടാവും കാണാൻ. അതിങ്ങനെ നടന്ന് കണ്ടു ഉമർ ബിൻ ഖത്താബ്. ലോകത്തുള്ള കത്തോലിക്കൻസ്, റോമൻ കത്തോലിക്കൻസ് എന്ന് തുടങ്ങി സീറോ മലബാർ, പെന്തക്കോസ്ത്, മർത്തോമ, പ്രൊട്ടസ്റ്റന്റ്, ഇങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗം ആളുകൾക്കും അവർക്ക് പ്രത്യേകമായ ഏരിയകളുള്ള ലോകത്തെ എല്ലാ ക്രിസ്ത്യാനികൾക്കും ആരാധിക്കാൻ അവകാശമുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാണ് ചർച്ച് ഓഫ് നാറ്റിവിറ്റി. 12,000 സ്ക്വയർ മീറ്റർ ഉള്ള ലോകത്തെ ഏറ്റവും വലിയ ചർച്ച്. അത് സന്ദർശിക്കാൻ വേണ്ടി, അത് നടന്ന് കാണാൻ വേണ്ടി വരികയാണ് ആര്? മഹാനായ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു AD 636. അങ്ങനെ എന്ത് ചെയ്ത് അസ്റിന്റെ നേരമായി ഇങ്ങനെ നടന്ന് കാണുക. ഉമർ ബിൻ ഖത്താബ് ഭയങ്കര സംഭവമാണ്. ഇങ്ങനെ നടന്ന് കാണുന്നതിനിടയിൽ അസ്റിന്റെ നേരമായി, ബാങ്കിന്റെ നേരമായി, വേഗം ബാങ്ക് കൊടുത്ത് നിസ്കരിക്കണം. അപ്പോൾ നിസ്കരിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞ് പുറത്ത് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവര് തടഞ്ഞു. അവർ പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഈ സന്ദർശനം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം. അതുകൊണ്ട് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വരാനുള്ള കാരണം നെഫ്രാസിയോസ് പാതിരി ക്ഷണിച്ചതാണ്. അന്ന് ജെറൂസലേമിന്റെ ഗവർണറാണ് ആര്? നെഫ്രാസിയോസ് പാതിരി. നെഫ്രാസിയോസ് പാതിരി ക്ഷണിച്ചതാണ്. ഉമർ ബിൻ ഖത്താബ് ഞങ്ങൾക്ക് പൂതിയാണ് കാണാനെന്ന്, നീതിമാനായ ഉമറിനെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമാണെന്ന് പറഞ്ഞ് അക്കാലത്തെ ജെറൂസലേമിന്റെ ഭരണാധികാരിയായിരുന്ന നെഫ്രാസിയോസ് പാതിരി ക്ഷണിച്ചതാണ് ഉമർ ബിൻ ഖത്താബിന് റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി വരിക. അങ്ങനെ കൈതപ്പുറത്താണ് വന്നത്. അവര് കാത്തിരുന്നിട്ട് കൈതപ്പുറത്ത് വന്ന ആളെ ശ്രദ്ധിച്ചില്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളെല്ലാവരും പോയി വളഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോഴാണ് ഇതാണ് ഭരണാധികാരി എന്ന് മനസ്സിലായത്. അങ്ങനെ ഭരണാധികാരിയെ കൊണ്ടുപോയി ചർച്ച് ഓഫ് നേറ്റിവിറ്റി കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണുന്നതിനിടയിലാണ് അസർ നിസ്കാരത്തിന്റെ നേരം. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കണമെന്ന് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോൾ അവർ പറഞ്ഞു, സ്നേഹബുദ്ധി അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എവിടെ വേണമെങ്കിൽ നിസ്കരിച്ചോളി, ഞങ്ങളോട് അങ്ങനത്തെ സ്നേഹവായ്പ നൽകിയ കാണിച്ച പ്രവാചകന്റെ അനുയായിയല്ലേ, നിങ്ങളെ എവിടെയും നിസ്കരിച്ചോളൂ, ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പോൾ മഹാനായ സയ്യിദ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചില്ല. അവർ പറഞ്ഞ എനിക്ക് എവിടെ നിസ്കരിക്കാം, പക്ഷെ ഞാൻ നിസ്കരിക്കൂല. എന്തുകൊണ്ട്? പിൽക്കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഇത് മുസല്ല ഉമർ എന്ന് പറയും. ഉമർ നിസ്കരിച്ച സ്ഥലം എന്ന പേരിൽ ഒരു പ്രത്യേകമായ അധികാരം പറഞ്ഞുകൊണ്ട് പിന്നീട് വരും, ഇവിടെ ഞങ്ങളുടെ ഖലീഫയായ ഉമർ പണ്ടൊരിക്കൽ നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കീഴ്വഴക്കമനുസരിച്ച് ഞങ്ങൾക്ക് ആ സ്ഥലം അനുവദിച്ചരണം എന്ന് പറഞ്ഞ് പിന്നീട് ഒരാൾ വന്നാൽ നിങ്ങൾ അതുകൊണ്ട് കുടുങ്ങും. അതുകൊണ്ട് എന്ത് ചെയ്ത് ഞാൻ പുറത്തു വരണം. 12,000 സ്ക്വയർ മീറ്ററാണ്. പുറത്ത് നടന്നു വന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ കോമ്പൗണ്ടിൽ പോയി നിസ്കരിച്ചില്ല. ആ കോമ്പൗണ്ടിന്റെ പുറത്തൊരു പാറപ്പുറണ്ടായിരുന്നു. ആ പാറപ്പുറത്ത് മുണ്ട് വിരിച്ച് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ സംഭവിച്ചു. പിൽക്കാലഘട്ടത്തിൽ എന്താ ഉണ്ടായതെന്നറിയാം? പറഞ്ഞ പോലെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമല്ല, പക്ഷെ സംഭവിച്ചു. എന്ത്? മുസല്ല ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട ആ പാറപ്പുറത്ത് പിന്നീട് മുസ്ലിമീങ്ങൾ ഒരു പള്ളി കയറ്റി. ആ പള്ളിയാണ് ജെറൂസലേമിൽ ഇന്ന് കാണുന്ന മസ്ജിദ് ഉമർ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച സ്ഥലത്ത് പിന്നെ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എന്ത് ചെയ്ത്? പള്ളിയേറ്റി. മുസല്ല ഉമർ എന്ന പേരിൽ ഇത് അറിയപ്പെട്ടു.
ഈ മുസല്ല ഉമറില്ലൻ പിന്നീട് പിൽകാലഘട്ടത്തിൽ പള്ളിയേറ്റി. വലിയൊരു പള്ളിയുണ്ട് അവിടെ. എന്തിനഭിമുഖമായി ഒരു ഭാഗത്ത് ചർച്ച് ഓഫ് നേറ്റിവിറ്റി. അവിടെ മണി അടിച്ചിട്ട് ആരാധന നടക്കും, അവിടെ ബാങ്ക് കൊടുത്തിട്ട് നിസ്കാരം നടക്കും. ഇതാരാ സ്ഥാപിച്ചത്? ഇത് AD 355 ഇത് സ്ഥാപിച്ചത് കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയും അവരുടെ അമ്മ ഹെലാനയും. ചർച്ച് ഓഫ് നേറ്റിവിറ്റി. അതോ ഇനി കാരണം എന്താ? അത് സന്ദർശിക്കാൻ വേണ്ടി 636 വന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഓർമ്മക്ക് പാറപ്പുറത്ത് പള്ളി ഉണ്ടാക്കി. ഒരു തരം ചെയ്തിരിവ് അംഗീകരിക്കില്ല. വളരെ നമ്മൾ ചിന്തിക്കും, മറ്റൊരു സമൂഹത്തിന്റെ എന്തെങ്കിലും ഒന്ന് ഹനിക്കുക എന്നത് ഇസ്ലാമിനുണ്ടാവുകയില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജാഹിലിയത്തിന്റെ എല്ലാ ഉച്ചനീചത്വങ്ങളും നിങ്ങളിൽ നിന്ന് ഞാൻ എടുത്തു കളഞ്ഞിരിക്കുന്നു. പാപ്പമാരെ കൊണ്ടും അച്ഛന്മാരെ കൊണ്ടും വലിപ്പത്തരം വിളിച്ചു പറയൽ നിന്നും ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി അച്ഛനോ അച്ഛന്റെ അച്ഛനോ എന്ന വലിപ്പത്തരം പറയരുത്. അമ്മ അമ്മയുടെ അമ്മ, ഉമ്മ ഉമ്മയുടെ ഉമ്മ എന്ന വലിപ്പത്തരം പറയരുത്. അതെല്ലാം ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു. മൊത്തം മനുഷ്യരും രണ്ടാളുകളാണ്. എന്നല്ല, മനുഷ്യർ മൊത്തത്തിൽ രണ്ടു തരം ആളുകളാണ്. എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർറുൻ തഖിയ്യുൻ കരീമുൻ അലല്ലാഹ്. ബർറുൻ തഖിയ്യുൻ, ബർറുൻ ഗുണവാൻ, തഖിയ്യുൻ ഭക്തൻ. കരീമുൻ അലല്ലാഹ്, അല്ലാഹുവിൽ വളരെ ബഹുമാന്യൻ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഉറക്കപ്പെട അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഉറക്കപ്പെട അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. സൗഹൃദമായി മുഖൗഖസ് രാജാവിന് കത്തയച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ. വിശ്വപ്രസിദ്ധമായ അലക്സാണ്ടറുടെ പട്ടണത്തിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്നു മുഖൗഖസ്. വളരെ മാന്യൻ. മുഖൗഖസ് വളരെ മാന്യൻ. അയാൾ സൗഹൃദമായി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇവിടെയാണ് ചരിത്ര പ്രസിദ്ധമായ അലക്സാണ്ടറുടെ പട്ടണമാണല്ലോ അലക്സാണ്ട്രിയ. BC 333 അലക്സാണ്ടർ അസ്ഥിവാരമിടുകയും BC 323 ടോളമി സ്ഥാപിക്കുകയും ചെയ്ത മെഡിറ്ററേനിയൻ സമുദ്ര തീരത്തെ ലോക പ്രശസ്തമായ പട്ടണമാണ് അലക്സാണ്ട്രിയ. അലക്സാണ്ട്രിയ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവായിരുന്നു മുഖൗഖിസ്. മുഖൗഖിസിനെ സന്തോഷകരമായി സൗഹൃദമായി കത്തയച്ചു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പുണ്യ മുഹമ്മദ് മുസ്തഫ. അദ്ദേഹം സ്നേഹപൂർവ്വം ആ കത്ത് നിരസിച്ചു. പക്ഷെ പാരിതോഷികങ്ങൾ കൊടുത്തയച്ചു. റസൂലുള്ളാഹി പാരിതോഷം സ്വീകരിച്ചു. മുഹമ്മദ് മുസ്തഫ പാരിതോഷം അങ്ങോട്ട് കൊടുത്തയച്ചു. മനസ്സിലായോ പറഞ്ഞത്? പാരിതോഷികം കൊടുത്തയച്ചു. ആര്? മുഖൗഖിസ്. പുണ്യറസൂലും പാരിതോഷികം കൊടുത്തയച്ച്. മുഖൗഖിസ് പാരിതോഷികം കൊടുത്തയച്ച കൂട്ടത്തിൽ മേരി എന്നൊരു പെണ്ണുണ്ടായിരുന്നു. മുഖൗഖിസിന്റെ അടിമപ്പെണ്ണ്, മുഖൗഖിസിന്റെ വേലക്കാരി പെണ്ണാണ് മേരി. മേരി മദീനയിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ മതം സ്വീകരിച്ചു. ആ പെണ്ണാണ് മരിയ. കോപ്റ്റിക് വംശജയ. അതാണ് മാരിയത്തുൽ. ആ പെണ്ണിൽ റസൂലുള്ളാഹി കൂട്ടിണ്ടായി. സിദ്ദീഖുൽ അക്ബറിന്റെ മകളിൽ റസൂലുള്ളാഹി കൂട്ടിണ്ടായിട്ടില്ല. മാരിയയിൽ റസൂലുള്ളാഹി കൂട്ടിണ്ടായി. എത്ര ബന്ധം! സിദ്ദീഖുൽ അക്ബറിന്റെ മകളെ കെട്ടിച്ച് മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ 10 കൊല്ലം ഭാര്യയാണ്, കുട്ടിയില്ല. മുഖൗഖിസ് ക്രിസ്ത്യാനിയായ രാജാവ്. അദ്ദേഹം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരിതോഷികം സ്വീകരിച്ച് കത്തും സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ സ്നേഹപൂർവ്വം അദ്ദേഹം നിരസിക്കുകയും ചെയ്തു. റസൂലുള്ളാഹിക്ക് യാതൊരു ബിമട്ടും മുഖൗഖിസിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. മുഖൗഖിസ് തിരിച്ച് പാരിതോഷികം കൊടുത്തേച്ച് ഹബീബായ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാരിതോഷികം സ്വീകരിച്ചെന്ന് മാത്രമല്ല, ആ പാരിതോഷികത്തിന്റെ കൂട്ടത്തില് മുഖൗഖിസിന്റെ ഒരടിമ പെണ്ണുണ്ടായിരുന്നു, മേരി. ആ മേരി മദീനയിലെത്തിയപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിനെ ഉരുകി. അപ്പോൾ ആ ഇസ്മാലിയത്തൻ കളഞ്ഞു. മേരി എന്ന ഇസ്മാലിയത്തൻ കളഞ്ഞിട്ട് അലിഫിനെ നീട്ടി. അലിഫിനെ ചെരിച്ചായിരുന്നു അവര് പറയാ. കോപ്റ്റിക്കുകൾ എന്ത് പറയും? ചെരിച്ചു പറയും, മേന്ന് പറയും. നമ്മൾ മാന്ന് പറഞ്ഞു. മനസ്സിലാണ്ട് പറഞ്ഞത്? മേരി മദീനയിലെത്തിയപ്പോൾ മാരിയയായി.
കോപ്റ്റിക് വംശജയായതുകൊണ്ട് ഖിബ്തിയ്യ. ഈ മാരിയത്തുൽ ഖിബ്തിയ്യയിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുട്ടിയുണ്ടായി. മക്ക കണ്ട ഏറ്റവും വലിയ ധനാഢ്യയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ ചിന്തിക്കണം, സ്വന്തം മക്കളെ പാല് കൊടുത്തു പോറ്റി. എന്നാലോ നിങ്ങൾ ചിന്തിക്കണം, ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹാ, ആമിന ബിൻ അത് ഖുറൈശിയിലെ ഉന്നത കുലജാതർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്ത് ചെയ്യും? കുട്ടികളെ മുല കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഏൽപ്പിക്കും. ഖുറൈശികൾക്ക് ആ രീതി ഉണ്ടായിരുന്നു. മാരിയയിൽ കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നതമായ സ്ഥാനം നൽകി. ഉന്നതമായ സ്ഥാനം. അഥവാ മുല കൊടുക്കാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളെ ഏൽപ്പിക്കുകയും അസർ നിസ്കാരം കഴിഞ്ഞാൽ ആ വീട് സന്ദർശിക്കൽ പലപ്പോഴും റസൂലുള്ളാഹിന്റെ രീതിയായിരുന്നു. ആ കുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി റസൂലുള്ള പോകും, സ്വഹാബികളും പോകും റസൂലുള്ളാഹിന്റെ കൂടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ ആർക്ക് പറഞ്ഞ കുട്ടിയാ? മാരിയക്ക്. ആരാ മാരിയെ കൊടുത്തത്? ഒക്കൗക്കിസ്. മുസ്ലിമായോ? ഇല്ല. പാരിതോഷികം അങ്ങോട്ട് സ്വീകരിച്ചു, പാരിതോഷികം അങ്ങോട്ട് സ്വീകരിച്ചു. പുണ്യ മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഒരു ചേരിതിലും ഇസ്ലാം അംഗീകരിക്കില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ തീരുമാനം മനുഷ്യരെ നിങ്ങൾ ആലോചിക്കണം. അക്രമത്തിലേക്ക് നീങ്ങരുത്. അക്രമികളായ ഭരണാധികാരികളെ ഒരിക്കലും ലോകം വെറുതെ വിടുകയില്ല. അക്രമികളായ ഭരണാധികാരികൾ അവരുടെ കുഴി തോണ്ടുകയാണ്. അവർ ഈ പ്രകൃതിക്ക് ഒരു വ്യത്യാസവും വരുത്തുകയില്ല. അക്രമികളായ ഭരണാധികാരികൾ അവരുടെ കുഴിയാണ് തോണ്ടുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഈ ആഴ്ചയും ഞാൻ 200 പൗണ്ട് കൊടുത്ത് ഫിറഔനെ പോയി കണ്ടു. ഈജിപ്തിൽ പോയാൽ ഫിറൗനെ കാണും. ലഅനത്തുല്ലാഹി അലൈഹി. 200 പൗണ്ട് കൊടുക്കണം. കുറച്ച് പൈസ ഉണ്ടാവും. 1 പൗണ്ട് പറഞ്ഞാൽ 4.5 രൂപയാണ്. 200 പൗണ്ട് കൊടുത്ത് ഞാൻ ഫിറൗനെ കണ്ടിട്ടുണ്ട് ഈ ആഴ്ച. ലഅനത്തുല്ലാഹി അലൈഹി. ഉറക്കെ പറ ലഅനത്തുല്ലാഹി അലൈഹി. ഞാൻ ഈ ആഴ്ചയും 200 പൗണ്ട് കൊടുത്തിട്ട് ഫിറൗനെ കണ്ടു. അതൊരു കടത്താ, ഫിറൗന്റെ കടത്തം. ഒരു കടത്താണ് ഫിറൗന്റെ കടത്തം. നിങ്ങളിങ്ങനെ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കണം. കടത്തം കിടക്കുക ഫിറൗൻ ലഅനത്തുല്ലാഹി അലൈഹി. ഭയങ്കര റാംസിസ് രണ്ടാമനായ ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി അവരുടെ അധികാരത്തിന്റെ കരുത്ത് എത്രയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു മനുഷ്യനെ കുഴിച്ചിടാൻ വേണ്ടിയാണ് ഒരു പിരമിഡ് ഉണ്ടാക്കുക. ഒരു മനുഷ്യനെ കുഴിച്ചിടാൻ ഒരു പിരമിഡ് ഉണ്ടാക്കുക. ഒരു ഖബറാണ് ഒരു പിരമിഡ്. ഒരു പിരമിഡ് പൊളിച്ച് ഒറ്റ പിരമിഡ്, ഹൂഫുവിന്റെ ഒരൊറ്റ പിരമിഡ് പൊളിച്ചാൽ അതിനെ സ്ക്വയർ ഫൂട്ടാക്കി മാറ്റുകയാണ് എങ്കിൽ ഭൂമിയുടെ 1/2 ഭാഗവും കവർ ചെയ്യാൻ ഒരൊറ്റ പിരമിഡ് പൊളിച്ചാൽ ആ കല്ല് മതിയാകുമെന്നാണ് പ്രകൃതി ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ഒരു കവറിലെ കല്ല്, ഒറ്റ കവർ. അതാണ് അവരെ കരുത്ത്. അത്രയും വലിയ അധികാരികളാണവര്, അത്രയും വലിയ പണക്കാരാണവര്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൊട്ടാരത്തിലേക്ക് കയറി ചെന്നപ്പോൾ എന്താ പറഞ്ഞത്? അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ വഖൗമുഹുമാ ലനാ ആബിദൂൻ. അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ, നമ്മളെ പോലത്തെ ആളുകളെ നമ്മൾ വിശ്വസിക്കണമോ? വഖൗമുഹുമാ ലനാ ആബിദൂൻ, ഇവരുടെ രണ്ടാളുടെയും ജനതയാകട്ടെ നമുക്ക് അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫലൗലാ ഉൽഖിയ അലൈഹി അസ്വറത്തും മിൻ റഹബിൻ, സ്വർണത്തിന്റെ വളകൾ ഇട്ട് വരാത്തതെന്തേ? വലിയ സ്വർണത്തിന്റെ തോടയാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ശബത്തിന്റെ മേൽ വെച്ച കിരീടത്തിന് മാത്രം 11 കിലോ ആണ്. ശബത്തിന്റെ മേൽ വെച്ച കിരീടത്തിന് 11 കിലോ ആണ്. ശബത്തിന്റെ തലയിൽ വെച്ച കിരീടത്തിന് 11 കിലോ. അപ്പോൾ സാധാരണ ഒരവസ്ഥ എന്താ? ശബത്തിന്റെ മേൽ ശവപ്പെട്ടി 110 കിലോ ആണ്. സ്വർണം 110 കിലോ ആണ്. ഒരു ശവപ്പെട്ടി, ഒറ്റ ശവപ്പെട്ടി 110 കിലോ സ്വർണ്ണമാണ്. മഹാനായ സയ്യിദുനാ മൂസ ഒരു ശവപ്പെട്ടി 110 കിലോ ആണ്. എന്നിട്ട് അത് സ്വർണത്തിന്റെ ഒരു പെട്ടിയിലാക്കും. ആ പെട്ടി വേറൊരു പെട്ടിയിലാക്കും. ആ പെട്ടി വേറൊരു പെട്ടിയിലാക്കും. എന്നിട്ട് അത് 7 പെട്ടിയിലാക്കും. എന്നിട്ടാണ് പിരമിഡ് കൊണ്ടുവയ്ക്കുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അവരടുത്തേക്കാണ് ആര് കയറി ചെന്നത്? ദരിദ്രനായ സയ്യിദുനാ മൂസ. എന്നിട്ട് എന്തുണ്ടായത്? ആര് തോറ്റ്. അവൻ 6 ലക്ഷം പട്ടാളുണ്ട്. ഈ മനുഷ്യന് 6 ആളില്ല. 6 ലക്ഷം പട്ടാളം അയാൾക്ക്. ആർക്ക്? ഫിറഔന് 6 ലക്ഷം പട്ടാളം. ഫിറഔന് 6 ലക്ഷം പട്ടാളം.
നിങ്ങൾ ആരാ ഫിറൗൻ വിചാരിച്ചേ? ഫിറൗന് 6 ലക്ഷം പട്ടാളം ഉണ്ടായിരുന്നു. ഫിറൗന്റെ അച്ഛന്മാരെ അടക്കം ചെയ്യാൻ വേണ്ടി 110 കിലോയുടെ സ്വർണത്തിന്റെ പെട്ടിയാണ്. ശവപ്പെട്ടിക്ക് 110 കിലോ. എന്നിട്ട് ആ ശവപ്പെട്ടി കൊണ്ടുപോയിട്ട് ഒരു പെട്ടിയിലാക്കും, സ്വർണ്ണപ്പെട്ടിയിലാക്കും. ആ സ്വർണ്ണപ്പെട്ടിയെ വേറെ സ്വർണ്ണപ്പെട്ടിയിലാക്കും, ആ സ്വർണ്ണപ്പെട്ടിയെ വേറെ സ്വർണ്ണപ്പെട്ടിയിലാക്കും, ആ സ്വർണ്ണപ്പെട്ടിയെ വേറെ സ്വർണ്ണപ്പെട്ടിയിലാക്കും, അങ്ങനെ 7 പെട്ടിയിലാക്കും. എന്നിട്ട് പിരമിഡ് കൊണ്ടുവെക്കും. ഒരു ഖബർ മാത്രം 13 ഏക്കറയാണ്. അതിൽ 30 ലക്ഷം കല്ല. ഒരു കല്ലിന് 15 ടണ്ണ. ഒരു ലോറി എടുക്കൂല ഒരു കല്ല്. അടിമാളം കൂടെ എപ്പിച്ചതാ. 15 ടണ്ണ ഒരു കല്ല്. ഒരു കല്ല് 15 ടണ്ണ. പട്ടാളമാണ് എത്രയാ? 6 ലക്ഷം പട്ടാളം. സ്വർണത്തിന്റെ തോടെ ആഭരണങ്ങൾ കണക്കും കഴിയുമില്ല. നിങ്ങൾ ചിന്തിക്കണം, അവരുടെ മുന്നിലേക്ക് നടന്ന് ചെന്നേ നിർധനനായ ദരിദ്രനായ സയ്യിദുനാ മൂസ. എന്നിട്ട് ആര് ജയിച്ചു? മൂസ ജയിച്ചു. അധികാരത്തിന്റെ 2 ഫറോവക്കുണ്ടായിരുന്നു. അധികാരികളെ ഭയപ്പെടേണ്ടതില്ല. അധികാരികൾ മാന്യന്മാരാകുമ്പോൾ മാത്രമാണ് ഭയപ്പെടേണ്ടത്. അധികാരികൾ അഹങ്കാരികളും അക്രമികളുമായാൽ ഭയപ്പെടേണ്ടതില്ല. അവർ അവരുടെ തന്നെ അവസാനത്തെ സൃഷ്ടിക്കുകയാണ്. ഒരു പേടി പിടിക്കണ്ട. അധികാരി അഹങ്കാരിയായാൽ അധികാരിയുടെ കുളമാണ് തോണ്ടുക. അധികാരി അക്രമിയായാൽ അധികാരിയെ തന്നെയാണ് ആക്രമിക്കുക. ഇനി നിങ്ങൾ 2 അവസ്ഥ ചിന്തിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് പോയി ഇന്നും മനുഷ്യർ പൊട്ടിക്കരയും. മൂസ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയും. ഇന്നും ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കരഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ കൂടെ നാളെയാകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ലോകം കണ്ട മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖ്ബറ സിയാറത്ത് ചെയ്തിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. BC 1407 മൂസാ നബിയുടെ മരണം. BC 1407 മൂസാ നബിയുടെ മരണം. AD 610 മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് കിട്ടുന്നത്. AD 622 റസൂലുള്ളാഹിന്റെ മിഅ്റാജ് യാത്ര. AD BC 1407 മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുന്നത്. AD 622 ഹബീബായ നബിയുടെ മിഅ്റാജ് യാത്ര. പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രിഹി, ഖബറിൽ മൂസ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് ജനങ്ങൾ ഇപ്പോഴും പോയി ശപിക്കും. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു തരം ജീവികളെ കൊണ്ട് അന്ത്യനാൾ വരെ അവന്റെ കഴുത്തിന് ചവിട്ടിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു പ്രത്യേകതരം ഒരു ജീവികൾ അവന്റെ കഴുത്തിന് ചവിട്ടിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ ശിരസ് ഉയർത്താൻ പോലും സമ്മതമില്ലാതെ മനുഷ്യന്റെ ശിരസ് താഴ്ത്തിച്ച് അവനെ അടിമകളാക്കിയവരുടെ നേതാവാണ് ആര്? ഫിറഔൻ. അന്ത്യനാൾ വരെ അവന്റെ ശിരസിനെ ചവിട്ടി കെട്ടിക്കൊണ്ടേയിരിക്കും. അന്ത്യനാളിൽ അവന്റെ കാര്യമൊട്ട് പറയുകയും വേണ്ട. ഒരിക്കലും മതത്തിന്റെ പേരിൽ മനുഷ്യനെ ചേരിതിരിക്കാൻ പാടില്ലാത്തതാണ്. ഇസ്ലാം ഒരു നിലക്കും അത് അംഗീകരിക്കുന്ന വിഷയമില്ല. ഇസ്ലാമിന്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ നീതിയാണ്. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. മതപരമായ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധത്തിന് വരാത്ത ആളുകൾ, നിങ്ങളെ സ്വഭാവനങ്ങളിൽ നിന്ന് പുറത്താക്കാത്ത അന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം? അന്തപറൂഹും, അവരോട് നിങ്ങൾ ഗുണപരമായി പെരുമാറണമേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇസ്ലാമിൽ മതപരമായ ഒരക്രമവും ഇസ്ലാം അംഗീകരിക്കുകയില്ല. സൂറത്തുൽ മുംതഹിനയുടെ 8ാമത്തെ വചനമാണ് ഞാൻ ഈ ഓടിയത്. ഇത് തമാശയല്ല. ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കില്ല. ഒരിക്കലും ഇസ്ലാം അത് ഒരു മതപരമായ ചേരിതിരിവും ഇസ്ലാം അംഗീകരിക്കുകയില്ല. മതപരമായ പേരും പറഞ്ഞ് യുദ്ധത്തിന് വരാത്ത ആളുകൾ, വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളെ
വീടുകളിൽ നിന്ന് ഇറക്കി വിടാത്ത ആളുകൾ അന്തബറൂഹും അവരോട് നിങ്ങൾ ഗുണം ചെയ്യണമേ, വതുഖ്സിതു ഇലൈഹിം അവരോട് നിങ്ങൾ നീതിയോടെ വർത്തിക്കണമേ. ഈ പറഞ്ഞ അർത്ഥം എന്താ? വതുഖ്സിതു ഇലൈഹിം അവരോട് നിങ്ങൾ നീതിയോടെ വർത്തിക്കണമേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു അന്യ സമുദായക്കാരൻ അവൻ അക്രമിയല്ല. ഒരു മുസ്ലിം അക്രമിയാണെങ്കിൽ നിങ്ങൾ ആരെ കൂടെ നിൽക്കണം? നിങ്ങളോട് മതപരമായ പേരും പറഞ്ഞ് യുദ്ധത്തിന് വരാത്തവർ, വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും നിങ്ങളെ വീടുകളിൽ നിന്ന് ഇറക്കി വിടാത്ത ആളുകൾ, അവരോട് അന്തബറൂഹും അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഗുണം ചെയ്യണം. വതുഖ്സിതു ഇലൈഹിം അവർക്ക് നിങ്ങൾ നീതി കൊടുക്കണം. അതായത് അവർക്ക് നിങ്ങൾ നീതി കൊടുക്കണം. അതായത് ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ഹിന്ദുവിനോട് അക്രമം പ്രവർത്തിച്ചാൽ നിങ്ങൾ ആരെ കൂടെ നിൽക്കണം? ഹിന്ദുവിന് കൊടുക്കണം. എന്തുകൊണ്ട്? നീതിയുടെ പക്ഷെടുക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ നീതി ചെയ്യുന്നവരെയാണ് തീർച്ചയായും അള്ളാഹുവിന് ഇഷ്ടം. അപ്പോൾ മുസ്ലിമിന്റെ കൂടെ നിൽക്കുന്നവനെ അല്ല ആ സന്ദർഭത്തിൽ അള്ളാഹുവിന് ഇഷ്ടം. സൂറത്തുൽ മുംതഹിന 8-ാമത്തെ വചനം. അതായത് ഒരു തരം മതപരമായ ചേരിതിരിവും ഇസ്ലാം അംഗീകരിക്കുകയില്ല. നിങ്ങൾ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കണം, മറ്റുള്ള മതക്കാർക്ക് ഗുണം ചെയ്തു കൊടുക്കണം. അവർക്ക് നിങ്ങൾ നീതി നൽകുകയും വേണം. അഥവാ ഒരു മുസ്ലിമായ മനുഷ്യൻ അതീനി പ്രവർത്തിച്ചു ഒരു ഹിന്ദുവായ മനുഷ്യനോട്, എങ്കിൽ നിങ്ങൾ ആരെ പക്ഷത്ത് നിൽക്കണം? ആ സാധുവായ ഹിന്ദുവിന്റെ കൂടെ നിൽക്കണം. എന്തുകൊണ്ട്? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എപ്പോഴും നീതി ചെയ്യുന്നവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് തന്നെയാ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നാസു റജുലാനി ജനങ്ങൾ രണ്ട് പക്ഷാണ്. ഒന്ന് ബർറുൻ തഖീൻ ഗുണവാൻ കരീമുൻ അലല്ലാഹ് അവൻ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ മാന്യനെന്ന് മുഹമ്മദ് മുസ്തഫ. മനുഷ്യർ രണ്ട് വിഭാഗം, ഒന്ന് കരീമുൻ മാന്യൻ, ഒന്ന് ബർറുൻ ഗുണവാൻ. കരീമുൻ അലല്ലാഹ് അവൻ അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനാണെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഫാജിറുൻ തമ്മാടി ഹയ്യിനുൻ അലല്ലാഹ് അവനെ കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിന് എളുപ്പവും അവൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ദനുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരാൾ ബർറാണ് ഗുണവാനാണ്, അള്ളാഹുവിന്റെ അടുക്കൽ അവൻ മാന്യനാണ്. ഒരാൾ തമ്മാടിയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ അവൻ നീചനുമാണ്. അവനെ കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിന് പ്രയാസമില്ലാത്തതുമാണ്. അന്നാസു റജുലാനി മതപരമായ ചേരിതിരിവ് ഉണ്ടാകരുത്. അന്നാസു റജുലാനി മൊത്തം മനുഷ്യർ രണ്ട് തരമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതെവിടെയാ പറയുന്നത്? ഈ ഹദീസ് പുണ്യ റസൂൽ പറയുന്നത് അവിടുത്തെ അൽ ഖുത്ബത്തുൽ മഷ്ഹൂറ പ്രസിദ്ധ ഖുത്ബയിലാണ്, ഹജ്ജത്തുൽ വദാ. ഈ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് എന്തിറങ്ങുന്നത്? അൽ യൗമ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും കഴിഞ്ഞു, ദീൻ പൂർത്തിയാക്കി. അതായത് ചേരിതിരിവില്ല. മനുഷ്യർ പറ രണ്ട് വിഭാഗം. ഒന്ന് ഗുണവാൻ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ മാന്യൻ, മറ്റവൻ തമ്മാടി അക്രമി. ഫാജിർ തമ്മാടി അക്രമി അവൻ അവനെ കൈകാര്യം ചെയ്യുന്ന അള്ളാഹുവിന് എളുക്കും, അവൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ദനുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അന്നാസു റജുലാനി ജനങ്ങൾ രണ്ട് വിഭാഗമാണ്. ആരാണെങ്കിലും രണ്ട് വിഭാഗമാണ്. ജനങ്ങൾ രണ്ട് വിഭാഗമാണ്. ജനങ്ങൾ ഏതാണെങ്കിലും ജനങ്ങൾ രണ്ട് വിഭാഗമാണ്. ഒരു ചെറിയൊരു സംഗതി ഇസ്ലാം അംഗീകരിക്കൂല, ഒരിക്കലും അംഗീകരിക്കൂല. തോറ്റുപോയ രാജാവിന്റെ മകളെ കൊട്ടാരത്തിൽ കയറി ഹൈദർ അലി ടിപ്പുവിന്റെ പട്ടാള തലവൻ പിടിച്ചു. നിങ്ങൾ ചിന്തിക്കണം, ഹൈദർ അലി ടിപ്പുവിന്റെ മുസ്ലിമായ പട്ടാള തലവൻ തോറ്റുപോയ ഒരു ഹൈന്ദവ രാജാവ് ഹൈദർ അലി ടിപ്പുവിന്റെ മുന്നിൽ തോറ്റുപോയി. ഈ തോറ്റുപോയ രാജാവിന്റെ കൊട്ടാരത്തിൽ കയറിയ പട്ടാളത്തലവൻ എന്ത് ചെയ്ത്? പട്ടാളത്തലവൻ ഈ തോറ്റുപോയ രാജാവിന്റെ സുന്ദരിയായ മകളെ കയറി പിടിച്ച് പട്ടാളത്തലവൻ. അപ്പോൾ ബാക്കിൽ വരികയാണ്, അന്ന് ചെറുപ്പക്കാരനാണ് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി. ടിപ്പു അന്ന് ചെറുപ്പക്കാരനാണ്, കമാൻഡർ അല്ല. അന്ന് സാധാരണ പട്ടാളത്തലവന്റെ കീഴിലുള്ള പട്ടാളക്കാരനാണ് ആര്? ടിപ്പു. കയറി വരിക. കയറി വരുമ്പോൾ കാണുന്നത് പട്ടാളത്തലവൻ, മുസ്ലിമായ പട്ടാളത്തലവൻ അയ്യൂബ് ഖാൻ മുസ്ലിമായ പട്ടാളക്കാരൻ പിടിച്ചിട്ടുണ്ട്. ആര്? ഹിന്ദുവായ രാജാവിന്റെ മകളെ നട്ടപ്പാതിരൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിൽ നിന്ന് ടിപ്പു ഇത് കണ്ട് ഓടിച്ചെന്നു. പെണ്ണെവിടുന്നാണ്? പെണ്ണിനെ വിട്ടില്ല, വീണ്ടും വിളിച്ചു. കാരണം പട്ടാളത്തലവിന് ഒരു സോൾജിയർ പറയേണ്ടത് വാക്ക് നോക്കേണ്ട ആവശ്യം ആർക്കില്ല. പെണ്ണോടക്കം കാണിക്കല്ലേ, പെണ്ണിനോടാണ്. പെണ്ണിനോടില്ല. ഉടനെ ഷൂട്ട് ചെയ്തു, അപ്പ ഷൂട്ട് ചെയ്തു. പട്ടാളത്തലവനെ അപ്പ കൊന്നു.
പെണ്ണിനെ രക്ഷപ്പെട്ടു. ഇതാണ് ടിപ്പു, ഇതാണ് ഹൈദരാബാദ് നമസ്കാരം. ചരിത്രല്ലേ? ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ ചരിത്രം ഞാൻ കാണിച്ചു തരാം. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ കാണിച്ചു തരാം. ഇന്ത്യ വകയല്ല, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലെ ചരിത്രം ഞാൻ കാണിച്ചു തരാം. ആ സെക്കൻഡ് ഷൂട്ട് ചെയ്തു. കൊട്ടാരം ഒരു ദിവസം കൈവശം വെച്ച് പിറ്റേ ദിവസം മാർക്കറ്റിലേക്ക് ആളുകളെ പറഞ്ഞയച്ച് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി, അന്ന് ടിപ്പു ചെറുപ്പക്കാരനാണ്, മാർക്കറ്റിലേക്ക് പണം കൊണ്ട് ആളെ പറഞ്ഞയച്ച് മാർക്കറ്റിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് നല്ല നല്ല മനോഹരമായ വസ്ത്രങ്ങൾ വാങ്ങിച്ചു. ഒരു ദിവസമെങ്കിലും അവർക്ക് സ്വാഭാവികമായൊരു വിഷമമുണ്ടായതിന് ഒരു മനസ്സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലുള്ള പെണ്ണുങ്ങൾക്ക് മുഴുവനും വസ്ത്രം വിതരണം ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞ് ടിപ്പുവും പട്ടാളം ഇറങ്ങിപ്പോന്നു. ടിപ്പുവും പട്ടാളം പോന്നപ്പോൾ സ്വാഭാവികമായും ഭയന്നോടിയ മറ്റേ രാജാവിൻ്റെ പട്ടാളക്കാർ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നിട്ട് എന്ത് പറഞ്ഞു? രാജാവിൻ്റെ മുന്നിൽ പറഞ്ഞു, ഇനി ഇവരെ ചരിത്രം പരിശോധിക്കാതെ ഞങ്ങളിവിടെ ഇവരെ ഏറ്റെടുക്കില്ല. അപ്പോൾ പെണ്ണുങ്ങൾ കളിയാക്കി, ആ കയറി വന്നത് മുഹമ്മദിയരാ, അവർ മാന്യത തൊട്ട് പെരുമാറൂല. ഇതൊക്കെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലുണ്ട് ഈ സംഭവം. ടിപ്പുവിന്റെ പട്ടാളം ഇറങ്ങിപ്പോയതിന്റെ പിറ്റേ പകലിൽ കൊട്ടാരത്തിലേക്ക് ഭർത്താക്കന്മാർ തിരിച്ചു വന്നപ്പോൾ ഭർത്താക്കന്മാർ പറഞ്ഞ്, ഇനി ഞങ്ങൾ പെണ്ണുങ്ങളെ സ്വീകരിക്കണമെങ്കിൽ അവർക്ക് ശുദ്ധികലശം നടത്തണം, അല്ലാതെ ഞങ്ങൾ പെണ്ണുങ്ങളെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കയറൂലായിരുന്നു. കാരണം സ്വാഭാവികമായും ഒരു പട്ടാള സംഘം കൊട്ടാരത്തിൽ കയറിയ തേരോടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്. പെണ്ണുങ്ങൾ കളിയാക്കി പാട്ടുപാടി. നിങ്ങളല്ല കയറിയത്, കാര്യം ആരാ? മുഹമ്മദീയരാ കയറിയത്. ഹൈദരലിയുടെ കുട്ടികളാ മകന്റെ നേതൃത്വത്തിലാ കയറിയത്. ഒരു പെൺകുട്ടിയുടെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ അവരോട് നിങ്ങൾ ഗുണം ചെയ്യണം, അവർക്ക് നിങ്ങൾ നീതി നൽകണം. 360 വിഗ്രഹങ്ങൾക്ക് കുമ്പിടുന്നവരാണെങ്കിലും നീതി നൽകുക. നീതിയല്ലാതെ ഒന്നും അല്ലാഹു സമ്മതിക്കുകയില്ല. നീതി ചെയ്യുന്നവരെ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകത്ത് 2 തരം മനുഷ്യരേ ഉള്ളൂ. ഒന്നിരിക്കൽ മാന്യൻ, അല്ലെങ്കിൽ അക്രമി. അത് ഏത് മതവും അങ്ങനെ തന്നെയാണ്. 2 തരം, അത് ഏത് മതവും അങ്ങനെ തന്നെയാണ്. ഭരണാധികാരികൾ അക്രമികളാകുന്നത് ഭരണാധികാരികളുടെ അവസാനത്തിന് വേണ്ടിയാണ്. ഒരിക്കലും അക്രമിയായ ഭരണാധികാരി നിലനിൽക്കൂല, ഒരിക്കലും നിലനിൽക്കൂല, ഒരിക്കലും. ഇത് ജമീനാണ്. ജമീനും ആസ്മാനും ഒക്കെ ഒരളവാണ്. എന്താണത്? നീതിയാണ്. ഭൂമിയാണെങ്കിലും മണ്ണാണെങ്കിലും വിണ്ണാണെങ്കിലും അതിനെല്ലാം ഒരു രീതിയുണ്ട്, അത് നീതിയാണ്. ഒരിക്കലും രക്ഷപ്പെടില്ല. ഒരു ചേരി തിരിവിനെയും ഇസ്ലാം അംഗീകരിക്കുകയില്ല. ഒരു ചേരി തിരിവും ഇസ്ലാം അംഗീകരിക്കുകയില്ല. വളരെ ചിന്തിക്കണം. ലോകത്തൊരു ജനതയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അറബികൾ എന്നൊരു ജനതയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതൊരു മനുഷ്യൻ വന്നാലും അവർ അടുത്തിരുത്തി ഭക്ഷണം കൊടുക്കും. അടുത്തിരുത്തും. ഏത് രാജാവായ, ഏത് മുസ്ലിമായ രാജാവാണെങ്കിലും മടിയനെ അടുത്തിരുത്തും, എന്നിട്ട് ഭക്ഷണം കൊടുക്കും. ഏത് രാജാവും നൽകും. നിങ്ങൾ അറബികളെ കണ്ടിട്ടില്ലേ? മനുഷ്യരെ, ഈ പ്രഭാഷണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുവേൻ. നിങ്ങളിലെ മതപരമായ വ്യത്യാസങ്ങൾ എന്താണെങ്കിലും കുറച്ച് കൊല്ലങ്ങളായി നമുക്ക് അറബ് ലോകത്തെ പരിചയമുണ്ടല്ലോ. അറബികൾക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു ഗുണം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അടുത്തിരുത്തിയിട്ട് അറബികൾ ഭക്ഷണം കൊടുക്കും. അത് അവരുടെ ഗുണമല്ല, അതാരുടെ ഗുണമാണ്? പുണ്യ മുഹമ്മദ് മുസ്തഫയുടെ ഗുണമാണ്. ഹബീബായ നബി അവരെ പഠിപ്പിച്ച ഗുണമാണ്. ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഒരേ പത്രത്തിന് കഴിക്കും. വംശീയമായി പുറകോട്ട് പോയവൻ ഉണ്ടല്ലോ. എന്നാൽ നിങ്ങൾ അറബികളിലേക്ക് ചെല്ലിയ ഒരു അടുത്തിരുത്തി ഭക്ഷണം കൊടുക്കും. എവിടുന്നാ ഇവർക്ക് ഈ ഗുണം കിട്ടിയത്? ഇത് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒറ്റ ഭക്ഷണം അടുത്തിരുത്തി കൊടുക്കും, അടുത്തിരുത്തി ഭക്ഷണം കഴിപ്പിക്കും. എന്തുകൊണ്ട്? ഒരു ചരിത്രം ഇസ്ലാം അംഗീകരിക്കൂല. നീതിയല്ലാത്ത ഒന്നും ഇസ്ലാം അംഗീകരിക്കൂല. ഒരിക്കലും ഒരു ജൂതൻ കേസ് കൊടുത്തു മഹാനായ സയ്യിദുനാ അലിക്കെതിരെ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കോടതിയിലേക്ക് വന്നു അലി റളിയല്ലാഹു അൻഹു. അബുൽ ഹസനെ, ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്, അടുത്തേക്ക് വരി എന്ന് പറഞ്ഞ് ജൂതന്റെ അടുത്തേക്ക് നിർത്തി വിചാരണ ചെയ്ത് മഹാനായ അലിയാർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അലിയാർക്ക് ദേഷ്യം വന്ന് റളിയല്ലാഹു അൻഹു
ജൂതന്റെ അടുത്ത് നിർത്തിയിട്ട് അബുൽ ഹസനെ ഇങ്ങോട്ട് നിൽക്ക്, വിചാരണ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിചാരണ ചെയ്ത ഉമർ ഇബ്നുൽ ഖത്താബ്. അന്ന് വൈകുന്നേരമായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കോടതിയിൽ വെച്ച് അലിയാർക്ക് ദേഷ്യം വന്നത് ഓർമ്മ വന്ന് വേഗം അലി ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിലേക്ക് പോയി. എന്തുകൊണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബിന് അത്ര ഇഷ്ടപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന അലി. ലൗ ലം യകുൻ അലിയും ലം യകുൻ ഉമർ. അലി ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഉമർ ഉണ്ടാവുകയില്ലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉറക്കെ പറ, ഉമർ ഇബ്നുൽ ഖത്താബ്. ലൗ ലം യകുൻ അലിയുൻ ലം യകുൻ ഉമർ. ഉമർ എന്നൊരു നീതിമാൻ ഉണ്ടാകാൻ കാരണം അലി ഉണ്ടായതാണ്. അലി ഇല്ലെങ്കിൽ ഉമർ ആവൂലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. ഒന്നുകൂടി കേട്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഒന്നുകൂടി കേട്ടാണ് ഈ പറഞ്ഞത്. ലൗ ലം യകുൻ അലിയുൻ ലം യകുൻ ഉമർ. അലി എന്നൊരാൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഉമർ എന്നൊരാൾ ഉണ്ടാവുകയില്ലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. ഒന്നുകൂടി കേട്ടാളി. ലൗ ലം യകുൻ അലിയുൻ ലം യകുൻ ഉമർ. ഉമർ ലോകത്തറിയാൻ കാരണം അലിയാണ്. ഉമർ നീതിമാനായി അറിയപ്പെടാൻ കാരണം അലിയാണ്. അലി ഇല്ലായിരുന്നുവെങ്കിൽ ഉമർ ഉണ്ടാവുകയില്ലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വൈകുന്നേരം അലി ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിലേക്ക് ചെന്നു. ക്ഷമിക്കണം, ഞാൻ നിങ്ങൾ കോടതിയിലായപ്പോൾ കുറച്ച് പരുഷമായി പെരുമാറിയിട്ടുണ്ട്. കോടതിയല്ലേ, നിങ്ങൾ ദേഷ്യം പിടിച്ചത് കണ്ടു, നിങ്ങൾ മാപ്പാക്കണം എന്ന് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് അലിയാരോട്. അപ്പോൾ അലിയാർക്ക് പിന്നെ ദേഷ്യം വന്നു. ഖലീഫ, ഞാൻ ദേഷ്യപ്പെട്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും ഞാൻ വിചാരിച്ചു. എന്തിനാണ് നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടത്? ദേഷ്യം വന്നാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചു. അപ്പോൾ ഉമർ കൈമലർത്തി മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, ലമ്മാ ദഖൽതു ഇലൈക, ഞാൻ അങ്ങയിലേക്ക് പ്രവേശിച്ചപ്പോൾ നാദൈതനി യാ അബുൽ ഹസൻ, നിങ്ങൾ എന്നെ അബുൽ ഹസനെ എന്ന് വിളിച്ചു. നിങ്ങൾ എന്നെ അലിയെ എന്നാണ് വിളിക്കേണ്ടത്. പൊതുവിൽ എന്റെ പേര് അലിയാണല്ലോ. മദീനക്കാർ എന്നെ ഓമനിച്ച് വിളിക്കുന്ന പേരാണ് അബുൽ ഹസനെ. ജഡ്ജിയായ നിങ്ങൾ എന്നെ ഓമനിച്ച് പേര് വിളിച്ചാൽ ആ എന്റെ എതിരാളിയായ ജൂതന്റെ മേൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. നിങ്ങൾ എന്നെ ബഹുമാനിച്ചാൽ അയാൾക്ക് നീതി കിട്ടില്ലെന്നു ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ദേഷ്യം വന്നത്. നിങ്ങൾ എന്നെ അലിയായ എന്നായിരുന്നു വിളിക്കേണ്ടിയിരുന്നത്. ഞങ്ങൾക്കിപ്പോഴും കാര്യം മനസ്സില്ലേ ഖലീഫ എന്ന് ചോദിച്ചു. കോടതിക്ക് കയറി വന്നപ്പോൾ നിങ്ങൾ എന്നെ അബുൽ ഹസൻ എന്ന് വിളിച്ചു. നിങ്ങൾ എന്നെ വിളിക്കേണ്ടത് അലി എന്നാണ്. അലിനാ പറയുന്നത്. അലി ഇവിടെ നിൽക്കാറുണ്ട്. നിങ്ങൾ എന്നെ അബുൽ ഹസൻ, അബുൽ ഹസനെ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കല്ലേ എന്നാ പറഞ്ഞു. നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തി, എന്നെ ബഹുമാനിച്ചു. അപ്പോൾ പ്രതിയായ ആളെ ജഡ്ജി ബഹുമാനിച്ചാൽ പിന്നെ വാദിയായ ആളുടെ വാക്കിന് എന്ത് വിലയുള്ളത്? പിന്നെ ഞങ്ങൾ ബഹുമാനിച്ചുകൊണ്ടല്ലേ എന്റെ വാദം കേൾക്കുള്ളൂ. അപ്പോൾ നിങ്ങളെ വിധി പ്രസ്താവത്തിൽ എവിടെയെങ്കിലും ഒരു അനീതി ആരോട് കാണിച്ചു പോകും? പറ, ജൂതനോട് കാണിച്ചു പോകും എന്ന് ഞാൻ ഭയപ്പെട്ടു. ചിന്തിക്ക്, എന്തായി പറഞ്ഞത് ചിന്തിക്ക്. നിങ്ങൾ എന്നെ നിർത്തിയതിലല്ല, നിങ്ങൾ എന്നെ വിചാരണ ചെയ്തതിലുമല്ല ഞാൻ ഭയപ്പെട്ടത്. പിന്നെയോ നിങ്ങൾ എന്നെ ആദരിച്ച്, നിങ്ങൾ എന്നെ ബഹുമാനിച്ച്. അപ്പോൾ അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത് എല്ലാ മതക്കാരോടും നീതി കാണിക്കാനാണ്. മുത്തുനബി നമ്മളോട് കൽപ്പിച്ചത് എല്ലാ മനുഷ്യരോടും മാന്യമായി പെരുമാറാനാണ്. അല്ലാഹും റസൂലിന്റെയും കൽപ്പന നീതി നൽകാനാണ്. നിങ്ങൾ ജഡ്ജിയായ നിങ്ങൾ പ്രതിയായ എന്നെ ബഹുമാനിച്ചാൽ വാദിയായ മനുഷ്യന്റെ വാദം നിങ്ങൾക്ക് കൃത്യമായി അതിനെ ജഡ്ജ്മെന്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അതിനാണ് ഞാൻ ദേഷ്യപ്പെട്ടതെന്ന് മഹാനായ സയ്യിദ്ന അലി ഇബ്നു അബീ ത്വാലിബ്. ഇതാണ് നീതി. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതാഫിലാണ്. ബിലാൽ കഅബാലയത്തിന്റെ മുകളിലാണ്. കഅബാലയത്തിന്റെ മുകളിൽ കയറി ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആരോ പറഞ്ഞു പോയി, ഇബ്നു സൗദാഇ അലൽ ബൈത്തി, ഇബ്നു സൗദാഇ അലൽ ബൈത്തി, ഒരു കറുത്ത പെണ്ണിന്റെ മകളെ മാത്രമേ കഅബാലയത്തിന്റെ മുകളിൽ കയറാൻ കിട്ടിയുള്ളൂ. അയാൾ വാങ്ങ് കൊടുക്കാത്രേ കഅബാലയത്തിന്റെ മുകളിൽ എന്നാരോ പറഞ്ഞു. അപ്പോൾ മതാഫിലേക്ക് ഇറങ്ങി സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ കൊടുത്ത ആയത്താണ് ഹുജറാത്ത് സൂറത്തിന്റെ 13-ാമത്തെ ആയത്ത്. മനസ്സിലായില്ല. ഈ ആയത്തെല്ലാവരും ഓതും, പക്ഷെ ഈ സന്ദർഭം പറയില്ല. ഈ സന്ദർഭം മനസ്സിലാക്കൂല. ഈ സന്ദർഭം മനസ്സിലാക്കും. കഅബാലയം പിടിച്ചടക്കി മുത്ത് മുഹമ്മദ് മുസ്തഫ. അതിന്റെ മുകളിലേക്ക് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ആരെ കയറ്റി? കറുകറുത്ത കാപ്പിരിയായ മക്കക്കാരനുമല്ല മദീനക്കാരനുമല്ല, ഏതോ അബസീനിയൻ ദേശത്തുനിന്ന് വലിഞ്ഞു കയറി വന്ന കറുകറുത്ത അടിമപ്പെണ്ണിന്റെ മകനായ അടിമയായ ആര്? ബിലാൽ കഅബാലയത്തിന്റെ മുകളിൽ കയറി. അപ്പോൾ മതാഫിൽ ചൊങ്കന്മാരും ചുരുക്കന്മാരും ഒക്കെ ഉണ്ട്. നേതാവായി മുത്തുനബിയും ഉണ്ട്. അതിലാരോ പറഞ്ഞു പോയി, എന്ത്? ഇബ്നു സൗദാഇ യുഅദ്ദിനു അലൽ ബൈത്തി, കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ ഈ ഒരു കറുപ്പനെ മാത്രമേ കിട്ടിയുള്ളൂ. ഫനസല ജിബ്രീൽ,
അപ്പോൾ ജിബ്രീൽ ഇറങ്ങി. ആ ബാങ്കിൽ ഇറങ്ങിയ ആയത്താണ് ഇത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫൂ. മനുഷ്യരെ ഒരു ചേരിതിരിവും വേണ്ട. നിങ്ങൾ വിവിധ രാഷ്ട്രക്കാരും വിവിധ ഭാഷക്കാരുമായത് നിങ്ങൾക്ക് പരസ്പരം ഗുണത്തിനും തിരിച്ചറിയാൻ വേണ്ടി. അത് ഇലാഹിന്റെ ഹിക്മത്താണ്. ഇതൊക്കെ ഇലാഹിന്റെ ഹിക്മത്താണ്. ഇലാഹിന്റെ ഹിക്മത്താണ്. ഇലാഹിന്റെ ഹിക്മത്താണ്. കുറച്ചാളുകൾ വെളുത്തു, കുറച്ചാളുകൾ കറുത്തു, കുറച്ചാളുകൾ നീണ്ടു, കുറച്ചാളുകൾ ഉരുണ്ടു, കുറച്ചാളുകൾ അങ്ങോട്ടായി, കുറച്ചാളുകൾ ഇങ്ങോട്ടായി. അതൊക്കെ ഇലാഹിന്റെ ഹിക്മത്താണ്. ബാക്കി എന്ത് അതെനിക്കറിയില്ല. ഇനി എന്താ അതിൻ്റെ ബാക്കി അതൊന്നും എനിക്കറിയില്ല. അതൊന്നും എനിക്കറിയില്ല. അല്ലാഹു അഅലം, അല്ലാഹു അഅലം. എനിക്കറിയില്ല. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഉറക്കെ പറ, അതിൻ്റെയൊക്കെ ബാക്കി എന്താണ് അതെനിക്കറിയില്ല. അല്ലാഹു അഅലം. എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും അറിയില്ല. ഇതൊക്കെ ഇലാഹിന്റെ ഹിക്മത്താണ്. കുറച്ചാൾ ഇങ്ങോട്ട് വന്നു, കുറച്ചാൾ അങ്ങോട്ട് പോയി. കുറച്ചാൾ ഇങ്ങോട്ട് വന്ന് കുറച്ചാൾ അങ്ങോട്ട് പോയി. അറിയില്ല. കുറച്ചാളുകൾ അറബി സംസാരിച്ച് ആര്? നൂഹിന്റെ മക്കള്. കുറച്ചാളുകൾ അറാബിക്ക് സംസാരിച്ച് ആര്? നൂഹിന്റെ മക്കള്. കുറച്ചാളുകൾ ഹിബ്രു സംസാരിച്ച് ആര്? നൂഹിന്റെ മക്കള്. കുറച്ചാളുകൾ സുറിയാനി സംസാരിച്ച് ആര്? നൂഹിന്റെ മക്കള്. കുറച്ചാളുകൾ ഹിന്ദിയ സംസാരിച്ച് നൂഹിന്റെ മക്കള്. ഇന്ത്യൻ ഭാഷയായ ഹിന്ദി സംസാരിച്ചു ആര്? നൂഹിന്റെ മക്കള്. അറബി സംസാരിച്ച ആര്? നൂഹിന്റെ മക്കള്. അറാബിക്ക് സംസാരിച്ചു ആര്? നൂഹിന്റെ മക്കള്. നൂഹിന്റെ മകനാണ് ഹാമ്. ഹാമിന്റെ മകനാണ് ഇറമ്. ഇറമിന്റെ മകനാണ് ഹൂഡും സമൂദും. ഇറമിന്റെ മക്കളാണ് ആദും സമൂദും. ഒരാൾ അങ്ങോട്ട് പോയി, യമനിലേക്ക് പോയി. ഒരാൾ ഇങ്ങോട്ട് പോയി. ഒരാൾ നേരെ മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് പോയി. അവർ അറാബിക്ക് സംസാരിച്ചു. ഇങ്ങോട്ട് പോയാരോ അറബി സംസാരിച്ചു. ഇങ്ങോട്ട് പോയാരോ ഇങ്ങോട്ടൊരു ഹിബ്രു സംസാരിച്ചു. അപ്പോൾ പിന്നെ പെങ്ങളെ പറഞ്ഞു ഇന്ത്യയിലേക്ക്. പെങ്ങളോ ഹിന്ദി സംസാരിച്ചു. പിന്നെ പോയ ഒരാൾ നേരെ പടിഞ്ഞാറോട്ട്. നൂഹിന്റെ മറ്റൊരു മകൻ നേരെ മെഡിറ്ററേനിയൻ കടന്നപ്പുറത്തേക്ക്. മെഡിറ്ററേനിയൻ കരയിൽ പോയി പാർത്തു ഒരാൾ. അയാൾ ഹിബ്രു സംസാരിച്ചു. ഒരാൾ മെഡിറ്ററേനിയൻ കടന്നുപോയി. അയാൾ ഇംഗ്ലീഷ് സംസാരിച്ചു. ഒക്കെ ആരെ മക്കളാ? നൂഹിന്റെ മക്കള് അലൈഹിസ്സലാം. ഒക്കെ പറ. ഒക്കെ എല്ലാം നൂഹിന്റെ മോനാണ് ഹാമ് അലൈഹിസ്സലാം. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം ഒരു മകനാണ് ആര്? ഹാമ്. ഹാമിന്റെ മോനാണ് ആര്? കന്നാന്. മറ്റേ കന്നാനല്ല, വേറെ കന്നാൻ. നല്ല കന്നാൻ. രണ്ട് കന്നാനുണ്ട്. നല്ല കന്നാനുണ്ട്, മോശം കന്നാനുണ്ട്. ഇത് നല്ല കന്നാൻ. കന്നാൻ ഹിബ്രു സംസാരിച്ചു, അറാമിക്ക് സംസാരിച്ചു. പിന്നെ മക്കൾ ഹിബ്രു സംസാരിച്ചു. അനുജനോ ഹാമിന്റെ അനുജൻ യാബസോ പടിഞ്ഞാറും കടന്നു പോയി യൂറോപ്പിലെത്തി. ആദ്യം എന്ത് ചെയ്ത്? ഇംഗ്ലീഷ് സംസാരിച്ച്. ഹാമിന്റെ പെങ്ങൾ ദൗഫ ഇന്ത്യയിലേക്ക് വന്ന് ഹിന്ദി സംസാരിച്ച്. ആദ് പോയി അറാബിക്ക് സംസാരിച്ച്. സമൂദ് അറബി സംസാരിച്ച്. സമൂദിൽ പിന്നെ സാലിഹ് വന്ന്. ആദിൽ പിന്നെ ഹൂദ് വന്ന്. സാമിന് ഒരുപാട് ഭാഷ അറിയാമായിരുന്നു. സാമ് ഇവിടെ വന്നാൽ ഹിബ്രു സംസാരിക്കും, അവിടെ പോയ അറാബിക്ക് സംസാരിക്കും, അവിടെ പോയ അറബി സംസാരിക്കും. ഇങ്ങനെ നടന്നു. ആ നാട്ടിലൊക്കെ സാമത്യ ഭാഷകളിലെല്ലാം സെമിറ്റിക് ഭാഷകളായി. സാം സംസാരിച്ച ഭാഷകളാണ് എന്ത്? സെമിറ്റിക് ഭാഷകൾ. സാം നബിയാണ് അലൈഹിസ്സലാം. അവർക്ക് പറ, സാം നബിയാണ് അലൈഹിസ്സലാം. സാം, ശ്യാം എന്നൊരു വാക്കില്ലേ നമ്മുടെ നാട്ടിലൊക്കെ? ചില ആളുകൾക്ക് പേരില്ലേ? എന്ത്? ശ്യാം. മനസ്സിലായില്ലേ? ഈ ശ്യാമിന്റെ അസിലാണ് എന്ത്? സാം. ശ്യാം എന്നൊരു നാടില്ലേ? ശ്യാം എന്താ അസില്? എന്താ അസില്? സാം. അറാമിക്കുകൾക്കും ഹിബ്രുകൾക്കും സുരിയാനികൾക്കും ഷീനെ ഉപയോഗിക്കുള്ളൂ. മൂസ, മോശെ, സാമ്, ഷാമ്, ഷ്യാമ് ഒക്കെ ആര്? സാമ്. സാമിന്റെ പെങ്ങളാണ് ആര്? ദൗഫ. ഹിന്ദി സംസാരിച്ച്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളെ പല ഭാഷക്കാരാക്കിയത്, പല നിറക്കാരാക്കിയത് നിങ്ങളിലെ തിരിച്ചറിവാണ്, നിങ്ങളുടെ തിരിച്ചറിവാണ്. ഒരിക്കലും അതിന്റെ പേരിൽ ഭിന്നപ്പെടേണ്ടതില്ല. അതിനപ്പുറം എനിക്കോട്ട് അറിയുകയുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഏത് മതപരമായ ചേരിതിരിവും അവസാനം നാശത്തിലെത്തിച്ചേരും. ആരൊക്കെ മതപരമായ ചേരിതിരിവുണ്ടാക്കിയോ അവർ നശിച്ചു. അതാരാണെങ്കിൽ നശിക്കും. ആരൊക്കെ ഭരണാധികാരി അക്രമിയായോ ആ ഭരണാധികാരിയുടെ നാമം സമൂഹം നൂറ്റാണ്ടുകൾ, പതിറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ ഇനി മനുഷ്യൻ മോശപ്പെട്ട രൂപത്തിൽ സംസാരിക്കും. എപ്പോഴെല്ലാം അവർക്ക് ബോധം വന്നോ അപ്പോഴെല്ലാം അവർ നന്മയിലേക്ക് തിരിച്ചു വരട്ടെ.